വയനാട്ടിൽ നിരവധി വളർത്തുമൃഗങ്ങളെ പിടികൂടിയ കടുവയെ വനപാലകർ വെടിവെച്ചു കൊന്നു. സുൽത്താൻ ബത്തേരിക്കടുത്ത് തേലമ്പറ്റയിലെ കാപ്പിത്തോട്ടത്തിൽ വെച്ചാണ് കേരള കർണാടക സംയുക്ത ദൌത്യസംഘം കടുവയെ വെടിവെച്ചത്. 13 ദിവസമായി ദൌത്യസംഘം കടുവയെ പിടികൂടാൻ ശ്രമിച്ചു വരികയായിരുന്നു. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് കടുവ മൂലങ്കാവിലെ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയത്. രാത്രി മുഴുവൻ തിരച്ചിൽ നടത്തിയെങ്കിലും ദൌത്യസംഘത്തിന് കടുവയെ കണ്ടെത്താനായില്ല. എന്നാൽ രാവിലെ 6 മണിയോടെ കടുവയെ വീണ്ടും കണ്ടു. 8:30യോടെ മയക്കുവെടി വെച്ചെങ്കിലും കടുവ കാപ്പിത്തോട്ടത്തിൽ അപ്രത്യക്ഷനായി. 9:30യോടെ കാപ്പിത്തോട്ടത്തിൽ വെച്ച് വീണ്ടും ദൌത്യസംഘം മയക്കുവെടി വെച്ചു. കടുവ ഇതോടെ ദൌത്യസംഘത്തിന് നേരെ തിരിഞ്ഞു. തുടർന്ന് കടുവയെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. പ്രദേശത്ത് വൻ ജനക്കൂട്ടമുണ്ടായിരുന്നതിനാൽ വീണ്ടും മയക്കുവെടി വെക്കാൻ ശ്രമിക്കുന്നത് പ്രായോഗികമായിരുന്നില്ല. കടുവയുടെ ജഡം ബത്തേരിയിലെ വയനാട് വന്യജീവി സങ്കേതം ആസ്ഥാനത്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെയും വൻ ജനക്കൂട്ടമാണുള്ളത്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ അനുമതിയോടെയായിരിക്കും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള തുടർ നടപടികൾ നടക്കുക. നേരത്തെ തിരുനെല്ലിയിൽ നിന്ന് പിടികൂടിയ ശേഷം തുറന്നുവിട്ട കടുവയാണ് നായ്ക്കട്ടിയിൽ ഇറങ്ങിയതെന്ന് ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ തുറന്നുവിട്ടത് 15 വയസ്സോളം പ്രായമുള്ള പെൺകടുവയെയും ഇപ്പോൾ വെടിവെച്ചു കൊന്നത് 12 വയസ്സിനടുത്ത് പ്രായമുള്ള ആൺകടുവയെയുമാണ്. ഇതോടെ ഈ ആരോപണം തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. റിപ്പോർട്ടർ, വയനാട്.